കരുവന്നൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കരുവന്നൂരിൽ കള്ളം പറയേണ്ട കാര്യമില്ലെന്നും കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കുകയാണ് ബിജെപിയുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. അതേസമയം CPIM അക്കൗണ്ട് മരവിപ്പിച്ചതിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി M വർഗീസ് ആദായ നികുതി വകുപ്പിന് മറുപടിയും നൽകി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കരുവന്നൂരിൽ CPIMനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഇതിന്റെ മറുപടി എന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വിമർശനം. കരുവന്നൂരിൽ തങ്ങൾക്ക് കള്ളം പറയേണ്ട കാര്യമില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി പറയുന്ന കാര്യം എന്തെന്ന് പ്രധാനമന്ത്രി പരിശോധിച്ചാൽ മതിയെന്ന് ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സാധാരണഗതിയിൽ കള്ളം പറഞ്ഞ ശീലം എനിക്കില്ല. അതെങ്ങനെയാണ് ബാധകമാവുക എന്ന് അദ്ദേഹം തന്നെ പരിശോധിച്ച് നോക്കിയാൽ മതി. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങളായാലും അവയെല്ലാം നടപ്പിലാക്കുന്ന രീതിയാണ് ഞങ്ങൾ സ്വീകരിക്കും. കേരളത്തിലെ സഹകരണ മേഖലയോട് BJPക്ക് അതിൻ്റെതായ ഒരു നിലപാടുണ്ട്. കേരളത്തെ തകർക്കുക എന്ന നിലപാടിന്റെ ഭാഗം തന്നെയാണ്. ഇതിനിടെ CPIM അക്കൗണ്ട് മരവിപ്പിച്ചതിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി M വർഗീസ് ആദായ നികുതി വകുപ്പിന് മറുപടി നൽകി. ആദായ നികുതി റിട്ടേണിൽ അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടുത്താത്തത് സംബന്ധിച്ച വിശദീകരണമാണ് നൽകിയത്. കേന്ദ്ര കമ്മിറ്റിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് നിലപാട് അറിയിച്ചത്. 24 കൊച്ചി. അപ്പോൾ അങ്ങനെ പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്നൊക്കെ രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട്. അങ്ങനെയല്ല, നിയമത്തിൻ്റെ വഴിയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും അതങ്ങനെ പുരോഗമിക്കും.